ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലത്തീൻ സഭയുടെ പാരമ്പര്യമാണ് ജപമാല എന്നാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. കൊന്ത നമസ്കാരം അല്ലെങ്കിൽ ജപമാല. എന്നാൽ ജപമാലയുടെ ചരിത്രം പരിശോധിച്ചാൽ പൗരസ്ത്യ സഭകൾ എത്രമാത്രം ഈ വിശുദ്ധ പാരമ്പര്യത്തിന് സംഭാവന നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാകും. ജപമാലയുടെ അല്ലെങ്കിൽ കൊന്ത നമസ്കാരത്തിന്റെ വിത്തും വേരും കിടക്കുന്നത് പൗരസ്ത്യ സഭകളിലാണ്. അത് വളർന്ന് പടർന്ന് പന്തലിച്ചത് ലത്തീൻ സഭയിലാണ്. അത് സ്വാഭാവികം. പൗരസ്ത്യ സഭകൾ സാംഘികമായി ചെറുതാണ്, എണ്ണം കൊണ്ട് ചെറുതാണ്. ഭൂമിശാസ്ത്രപരമായും ഭാഷാപരമായും ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് വിത്തും വേരും ഒക്കെ പൗരസ്ത്യ സഭകളിൽ പാകിയെങ്കിലും അത് പടർന്ന് പന്തലിച്ചത് പാശ്ചാത്യ സഭയിലാണ്. അങ്ങനെ പൗരസ്ത്യ പാശ്ചാത്യ സഭകളിലെ വിശുദ്ധ പാരമ്പര്യങ്ങളുടെ സങ്കലനമാണ് ജപമാല എന്ന് തീർത്തും പറയാൻ കഴിയും. നമ്മൾ ഒരു മരിയൻ ധ്യാനം തുടങ്ങുകയാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ് എല്ലാ ആഴ്ചയിലും. മരിയൻ ധ്യാനം അത് നമ്മൾ തുടങ്ങുന്നത് തിരുവചന ജപമാല എന്ന് പറയുന്ന ഒരു പരമ്പരയോടെയാണ്. അത് കഴിഞ്ഞിട്ട് അതൊരു 200-250 എപ്പിസോഡ് അത് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊരു 3-4 വർഷങ്ങൾ എടുക്കായിരിക്കും. പിന്നെ നമ്മൾ മറിയത്തെക്കുറിച്ചുള്ള എല്ലാ തിരുവചനങ്ങളും ആഴത്തിൽ ധ്യാനിക്കുകയാണ്. അങ്ങനെ ഈ മരിയൻ ധ്യാനത്തിലൂടെ 2033 എന്ന് പറയുന്ന വിശുദ്ധ വർഷം, നമ്മുടെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ വർഷമാണ് 2033. അതിനുമുമ്പ് 2030 കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതിന്റെ വാർഷികമാണ്. 2000 വർഷമെത്തുന്ന വാർഷികമാണ്. ഇതിനെല്ലാം ഒരുക്കമായിട്ടുള്ള ഒരു മരിയൻ വിചിന്തനം, മരിയൻ ധ്യാനം നമ്മൾ ആരംഭിക്കുകയാണ്. ഓരോ ദിവസവും ചെറിയ വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. ഒരു ദിവസത്തെ മിസ്സായാൽ മറ്റെല്ലതും മനസ്സിലാക്കാൻ പ്രയാസം വരും. അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, എല്ലാ ദിവസവും മിസ്സാകാതെ ഈ വീഡിയോസ് കാണുക, അതിന്റെ നോട്ട് കുറിക്കുക, സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഗ്രീക്കും ഹീബ്രു ഒക്കെ ഞാൻ ചെറുതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ആ അർത്ഥം കണ്ടെത്താൻ കഴിയൂ. നിങ്ങൾ മനസ്സിലാകുന്നതനുസരിച്ച് മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുക. ഈ വീഡിയോ ചാനൽ കാണാനായിട്ട് അവരെ ക്ഷണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഈ മഹാജൂബിലിക്ക് 2033 എന്ന മഹാജൂബിലിക്ക് വളരെ ഇന്റൻസീവായിട്ടും ദീർഘമായിട്ടുമുള്ള ഒരു വചന വിചിന്തന ധ്യാനത്തിലൂടെ കർത്താവിനെ ശരിക്കും മറ്റുള്ളവരോട് പറയാനും നമുക്ക് സ്വീകരിക്കാനും മറ്റുള്ളവർ പറയാനും കഴിയുന്ന ഒരു ധ്യാന പരമ്പര അതായിരിക്കട്ടെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ. അതിൽ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം, പങ്കെടുക്കണം, പ്രചരിപ്പിക്കണം എന്നെല്ലാം അഭ്യർത്ഥിക്കുന്നു. അതിലൂടെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന വേലയിൽ, ആ സുവിശേഷ വേലയിൽ നമ്മളെല്ലാം പങ്കുചേർന്ന് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ആ കൽപ്പന നിറവേറ്റുന്ന ശിഷ്യന്മാരും സാക്ഷികളുമാകാം. എല്ലാവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. മരിയൻ ധ്യാനം 1. കത്തോലിക്കരുടെ ജപസന്ധ്യ. കത്തോലിക്ക ക്രിസ്തീയ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും ജപസന്ധ്യയാണുള്ളത്. അപ്പനും അമ്മയും മക്കളും മറ്റാരൊക്കെ വീട്ടിലുണ്ടോ അവരെല്ലാവരും യേശുവിനെയും ആദിമസഭയെയും അനുകരിച്ച് നിലത്ത് മുട്ടുകുത്തി, ലൂക്ക 22:41, നടപടി 7:60, 21:5 ജപങ്ങളുടെ മാല കോർക്കുന്നു. ജപമാല. സന്ധ്യാപ്രാർത്ഥന ഇല്ലെങ്കിൽ അത്താഴവുമില്ല എന്ന് പഴമക്കാർ പറഞ്ഞിരുന്നു, ശീലിപ്പിച്ചിരുന്നു. സന്ധ്യാപ്രാർത്ഥന ശീലമാക്കാൻ മക്കളെ പഠിപ്പിച്ചിരുന്നു. സത്യവിശ്വാസത്തിൽ വളരുന്നതിനുള്ള ഏറ്റവും നല്ല പള്ളിക്കൂടമാണ് ജപസന്ധികളുടെ കത്തോലിക്ക കുടുംബം. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അത്രത്തോളം പ്രസക്തമാണ് സത്യവിശ്വാസികൾക്ക് കുടുംബ പ്രാർത്ഥന. എന്തെന്നാൽ ലെക്സ് ഒറാന്തി ലെക്സ് ക്രെദേന്തി എന്നാണ് 5ാം നൂറ്റാണ്ട് മുതലെങ്കിലും സഭയിൽ നിലനിൽക്കുന്ന ആപ്തവാക്യം. ആക്ഷരികമായി പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിന്റെ നിയമം എന്നാണ് ഈ ലത്തീൻ പ്രയോഗത്തിന് അർത്ഥം. എന്താണോ വിശ്വസിക്കുന്നത് അതാണ് പ്രാർത്ഥനയിലൂടെ പ്രകാശിതമാകുന്നത്. കാരണം വിശ്വാസത്തിന്റെ പ്രകാശനമാണ് പ്രാർത്ഥന. അഥവാ സഭ പ്രാർത്ഥിക്കുന്നത് പോലെ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 1124. അതിനാൽ തന്നെ വിശ്വാസത്തിൽ നിന്ന് ഭിന്നമല്ല ലിറ്റർജിയും അഥവാ ദൈവശുശ്രൂഷ,
ലിറ്റർജി എന്ന് പറഞ്ഞാൽ ദൈവശുശ്രൂഷ. അതിനാൽ തന്നെ വിശ്വാസത്തിൽ നിന്ന് ഭിന്നമല്ല ലിറ്റർജിയും ദൈവശാസ്ത്രവും പ്രാർത്ഥനയും. വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നുമാണ് കത്തോലിക്ക ജീവിതം രൂപപ്പെടുന്നത്. അതിനാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്തവാക്യത്തെ കുറച്ചുകൂടി വിപുലമാക്കാറുണ്ട്. ലെക്സ് ഒറാന്തി, ലെക്സ് ക്രെദേന്തി, ലെക്സ് വിവേന്തി. ലെക്സ് ഒറാന്തി, ലെക്സ് ക്രെദേന്തി, ലെക്സ് വിവേന്തി. ലെക്സ് ഒറാന്തി പ്രാർത്ഥന എങ്ങനെയോ, ലെക്സ് ക്രെദേന്തി അങ്ങനെയാണ് വിശ്വാസം. ലെക്സ് വിവേന്തി അങ്ങനെ തന്നെയാണ് ജീവിതവും. വിശ്വാസം എങ്ങനെയോ അങ്ങനെയാണ് പ്രാർത്ഥന, പ്രാർത്ഥന എങ്ങനെയോ അങ്ങനെയാണ് വിശ്വാസം, ഈ പ്രാർത്ഥനയും വിശ്വാസം എങ്ങനെയോ അങ്ങനെയായിരിക്കും ക്രിസ്തീയ ജീവിതം. കത്തോലിക്കരുടെ വിശ്വാസത്തിന്റെ പ്രകാശനങ്ങളിലൊന്നായ കുടുംബ പ്രാർത്ഥനയിൽ നല്ലൊരു ഭാഗം കൊന്ത നമസ്കാരത്തിനുള്ളതാണ്. അതിനാൽ ഈ കൊന്ത നമസ്കാരം, കൊന്ത എന്ന വാക്കിന്റെ അർത്ഥം, ജപമാലയുടെ ഉത്ഭവം, പിന്നെ അതിന്റെ പൊരുള്, അതിലുപയോഗിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം, ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ ധ്യാനം ആരംഭിക്കുകയാണ്. ഇത് അതിലേക്കുള്ള ഒരു ആരംഭ വീഡിയോ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും നമുക്ക് ഇതുപോലെ കൃത്യമായിട്ടുള്ള ഈ ജപമാല തിരുവചനത്തിൽ അധിഷ്ഠിതമായ, തിരുവചനത്തിൽ ആധാരമിട്ട അടിത്തറയിട്ട ഈ ജപമാലയിലൂടെ കർത്താവിനെക്കുറിച്ചും കർത്താവിന്റെ അമ്മയെക്കുറിച്ചും പിന്നെ നമ്മെക്കുറിച്ചും സഭയെക്കുറിച്ചുമെല്ലാം ചിന്തിക്കുന്ന ഒരു വലിയ വിചിന്തന മാലയായി, ധ്യാന വചനമാല, ധ്യാന വിചിന്തന മാലയായി നമുക്ക് ഈ യൂട്യൂബ് ചാനലിനെ പരിവർത്തനപ്പെടുത്താം. നമുക്കതിൽ പങ്കാളികളാകാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 2. തിരുവചന ജപമാല. കൊന്ത നമസ്കാരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. റോസറി എന്നാണ് ആംഗലേയത്തിൽ പറയുന്നത്. റൊസാരിയം എന്ന ലത്തിൻ പദത്തിൽ നിന്നാണ് ആ വാക്ക് ഉത്ഭവിക്കുന്നത്. റോസാ പുഷ്പങ്ങൾ കൊണ്ടുള്ള കിരീടം, റോസാ പൂമാല, റോസാ പുഷ്പഹാരം എന്നെല്ലാം അർത്ഥങ്ങൾ. ഇതേക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് പിന്നീട് ഒരു ധ്യാനത്തിൽ കാണുന്നുണ്ട്. പുതിയ നിയമത്തില് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചും ദൈവമാതാവായ മറിയത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുന്ന രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന ജപങ്ങളുടെ മാലയാണ് കൊന്ത നമസ്കാരം അഥവാ ജപമാല. രഹസ്യം എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്താൻ പറ്റാത്തത് എന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നോ അല്ല ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുക. മറിച്ച് രഹസ്യം എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തുന്നത് എത്രത്തോളമാണോ അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. ദൈവിക രഹസ്യമാണ്. അപ്പൊ ദൈവം വെളിപ്പെടുത്തുന്നത് എത്രത്തോളമാണോ അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാം. അതിനെയാണ് രഹസ്യം എന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഉദ്ദേശിക്കുന്നത്. ദിവ്യരഹസ്യം, ദൈവരഹസ്യമൊക്കെ. ഈ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന് യേശുക്രിസ്തുവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, ദൈവമാതാവായ മറിയത്തെക്കുറിച്ച്, അങ്ങനെ പിന്നെ നമ്മെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ട എല്ലാ സംഗതികളും, എല്ലാ സന്ദേശങ്ങളും ഈ സുവിശേഷത്തിലുണ്ട്. പല മതങ്ങളുണ്ടെങ്കിലും ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. പല മതങ്ങളുണ്ടെങ്കിലും ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ആ സുവിശേഷം അവതരിപ്പിക്കുന്ന രഹസ്യങ്ങൾ, അവയെ ധ്യാനിച്ചുകൊണ്ട് ആ സുവിശേഷം, രക്ഷയുടെ ശക്തിയായ സുവിശേഷം, അത് നമ്മെ ഗ്രസിക്കാൻ, അത് നമ്മെ സ്വാധീനിക്കാൻ, ആ സുവിശേഷത്തിലേക്ക് നമ്മൾ ആവാഹിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്ന ഒരു പ്രാർത്ഥന സന്ദർഭമാണ് കൊന്ത നമസ്കാരം അഥവാ ജപമാല. സുവിശേഷം മുഴുവന്റെയും സാരാംശ സംഗ്രഹമാണ് കൊന്ത നമസ്കാരം. ഇങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം തിരുവചന ജപമാലയെ വിശേഷിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 971. ദൈവം മനുഷ്യനാകുന്നു എന്ന മംഗളവാർത്ത മുതൽ മറിയത്തിന്റെ കിരീടധാരണം, സ്വർഗത്തിലുള്ള കിരീടധാരണം വരെയുള്ള സംഭവങ്ങൾ 20 രഹസ്യങ്ങളുടെ രൂപത്തിൽ വിചിന്തനം ചെയ്ത് ജപിക്കുകയാണ് സത്യവിശ്വാസികൾ ചെയ്യുന്നത്.
ദൈവവചനം ഹൃദയത്തിൽ നിധിയായി സൂക്ഷിക്കുകയും അവയെക്കുറിച്ച് ആഴത്തിൽ മനനം ചെയ്ത് ധ്യാനിക്കുകയും അവയുടെ ആന്തരാർത്ഥങ്ങളും പരസ്പര ബന്ധങ്ങളും കൂട്ടിയിണക്കുകയും ചെയ്ത മറിയത്തോടൊപ്പം ലൂക്ക 1:29, 2:19, 2:51 ഈ മറിയത്തോടൊപ്പം ഒരു ജപ തീർത്ഥാടനമാണ് കൊന്ത നമസ്കാരം. ഞാൻ ഒന്നൊരു ആവർത്തിച്ച് ഉപസംഹരിക്കട്ടെ. ദൈവവചനം ഹൃദയത്തിൽ നിധിയായി സൂക്ഷിക്കുകയും അവയെക്കുറിച്ച് ആഴത്തിൽ മനനം ചെയ്ത് ധ്യാനിക്കുകയും അവയുടെ ആന്തരാർത്ഥങ്ങളും പരസ്പര ബന്ധങ്ങളും കൂട്ടിയിണക്കുകയും ചെയ്ത മറിയത്തോടൊപ്പം ഒരു ജപ തീർത്ഥാടനമാണ് കൊന്ത നമസ്കാരം അഥവാ ജപമാല, നമ്മൾ അവതരിപ്പിക്കുന്ന തിരുവചന ജപമാല അഥവാ വചന കൊന്ത. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. മരിയൻ ധ്യാനം 3. മരിയാലിസ് കുൾത്തുസ്. പോൾ 6 മാർപ്പാപ്പ 1974 പ്രസാധനം ചെയ്ത മരിയ ഭക്തി അഥവാ മരിയാലിസ് കുൾത്തുസ് എന്ന ശ്ലൈഹിക ആഹ്വാനത്തിലൂടെ ഇങ്ങനെ പഠിപ്പിച്ചു. സുവിശേഷങ്ങളിൽ അടിത്തറയുള്ള ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ നാം ഓരോ പ്രാവശ്യവും ഈശോ എന്ന ഏറ്റവും മഹത്തായ നാമം, നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം ഉച്ചരിക്കുന്നു. ദൈവത്തിന്റെ ദാസിയായ മറിയത്തോട് ആധ്യാത്മികമായി ഐക്യത പ്രാപിച്ച് നാം ക്രിസ്തുവിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. മരിയാലിസ് കുൾത്തുസ് എന്ന രേഖയിൽ നമ്പർ 46. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ 2002 പ്രസിദ്ധീകരിച്ച കന്യകാമറിയത്തിന്റെ ജപമാല അഥവാ റൊസാരിയും വെർജിനിസ് മരിയേ എന്ന ശ്ലൈഹിക ആഹ്വാനത്തിൽ തിരുവചന ജപമാല വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്: ഓരോ രഹസ്യത്തിന്റെയും അടിത്തറ എന്തെന്നും നമ്മുടെ ധ്യാനത്തിന്റെ ആഴമെന്തെന്നും ഗ്രഹിക്കാൻ ഓരോ രഹസ്യത്തെയും സംബന്ധിക്കുന്ന തിരുവചനം നേരിട്ട് അറിയിക്കുന്നത് പോലെ പ്രചോദനം നൽകുന്ന മറ്റൊന്നില്ല. ദൈവനിവേശിതമായി എഴുതപ്പെട്ട വചനത്തിന്റെ ഫലസമൃദ്ധിയോട് കിടപിടിക്കാവുന്ന മറ്റൊന്നുമില്ലല്ലോ. അതിനാൽ ജപമാലയിൽ ഓരോ രഹസ്യവുമായിട്ട് ബന്ധപ്പെട്ട വചനം വായിക്കണം, തിരുവചനം വായിക്കണം. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് ദൈവവചനമാണ്, ഇന്ന് എനിക്ക് വേണ്ടി പറയപ്പെട്ട വചനം. നമ്മോട് സംസാരിക്കാൻ നാം ദൈവത്തെ അനുവദിക്കുകയാണ്. ചില വിവരങ്ങൾ തേടുകയല്ലല്ലോ നാം ജപമാലയിൽ ചെയ്യുന്നത്. വളരെ ആഘോഷമായ സന്ദർഭങ്ങളിൽ വചനത്തിന്റെ വ്യാഖ്യാനവും നൽകേണ്ടതുണ്ട്. റൊസാരിയും വെർജിനിസ് മരിയേ എന്ന ശ്ലൈഹിക ആഹ്വാനം നമ്പർ 30. മാർപ്പാപ്പയുടെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഞാനൊരു പ്രാർത്ഥനാ പുസ്തകം തിരുവചന ജപമാല അഥവാ വചന കൊന്ത തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പ്രസിദ്ധം ചെയ്യപ്പെടും. അത് നിങ്ങൾക്ക് വാങ്ങിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം. പരമാവധി അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ ആ പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാം. ഈ തിരുവചന ജപമാല അഥവാ വചന കൊന്ത പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് അപേക്ഷിക്കുക മാത്രമല്ല, ദൈവം നമ്മോട് തന്റെ വചനത്തിലൂടെ സംസാരിക്കാൻ അനുവദിക്കുകയാണ്. ദൈവം നമ്മോട് തന്റെ വചനത്തിലൂടെ സംസാരിക്കാൻ അനുവദിക്കുകയാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രാർത്ഥന ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമായി പരിണമിക്കുന്നു. നാം ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം നമ്മോട് സംസാരിക്കാൻ അനുവദിക്കുന്നു. നമ്മുടെ കൊന്ത നമസ്കാരത്തിന്റെ ബലിഷ്ഠമായ വേദഗ്രന്ഥാടിസ്ഥാനവും നമ്മുടെ പ്രാർത്ഥനയുടെ അത്യഗാധതയും അതിലൂടെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. അതിനാൽ തിരുവചന ജപമാലയാണ് നമുക്ക് കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. മരിയൻ ധ്യാനം
4. മറിയത്തിന്റെ പള്ളിക്കൂടം. ബെനഡിക്ട് 16 മാർപ്പാപ്പ 2008 ഒക്ടോബർ 19 ഇറ്റലിയിലെ പോംപെയി എന്ന സ്ഥലത്തെ പൊന്റിഫിക്കൽ തീർത്ഥകേന്ദ്രത്തില് അജപാലന സന്ദർശനം നടത്തിയ വേളയിൽ വിശുദ്ധ ജപമാല ചൊല്ലുന്നതിനെക്കുറിച്ച് ഒരു പള്ളിപ്രസംഗം പറയുകയുണ്ടായി. റെസിറ്റേഷൻ ഓഫ് ദ ഹോളി റോസറി എന്ന തലക്കെട്ടിലാണ് ആ പള്ളിപ്രസംഗം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യേശുവുമായി ആരടുപ്പമുള്ള ബന്ധത്തിൽ വളരാനുള്ള വിലയേറിയ ആധ്യാത്മിക സഹായമാണ് ജനപ്രീതിയാർജിച്ച ജപമാല പ്രാർത്ഥന അഥവാ കൊന്ത നമസ്കാരം. ദൈവഹിതം നിറവേറ്റാൻ നാം മറിയത്തിന്റെ പള്ളിക്കൂടത്തിൽ ഇരുന്ന് പഠിക്കുകയാണ്. ധ്യാനത്തിന്റെയും മൗനത്തിന്റെയും കലാലയമാണ് ജപമാല. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ധ്യാനത്തിൽ സൂചിപ്പിച്ച ശ്ലൈഹിക പ്രബോധനത്തില് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നുവെന്ന് ബെനഡിക്ട് പാപ്പ എടുത്തു പറയുകയും ചെയ്തു. ദൈവവചനം കേൾക്കുക, നേരിട്ട് കേൾക്കുക, പിന്നെ അതിനെക്കുറിച്ച് ധ്യാനിക്കുക, പിന്നെ അത് പോഷിപ്പിക്കാനായി നിശബ്ദതയിൽ ആയിരിക്കുക. ഈ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ ശ്ലൈഹിക പ്രബോധനം കഴിഞ്ഞ ധ്യാനത്തിൽ കണ്ടത് അതിലെ നമ്പർ 31. ഹൃദയത്തിന്റെ മൗനത്തിൽ നിന്ന് ദൈവവചനത്തിന് പ്രതിസ്പന്ദം പ്രതികരണം കൊടുക്കുന്നത് അങ്ങനെയാണ്. അതായത് ദൈവവചനം കേൾക്കുക, അതിനെക്കുറിച്ച് ധ്യാനിക്കുക, അത് ധ്യാനിക്കുന്നത് പോഷിപ്പിക്കാനായി നിശബ്ദതയിലായിരിക്കുക, എന്നിട്ട് പ്രതിസ്പന്ദം കൊടുക്കുക. സഭയുടെ ഈ നിലപാട് പ്രയോഗതലത്തിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനൊരു തിരുവചന ജപമാല അഥവാ വചനക്കൊന്ത തയ്യാറാക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ ഈ പുസ്തകം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് ഇറങ്ങും. അപ്പോൾ അതിനെക്കുറിച്ച് ആ പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം എന്തൊക്കെയാണ് ഈ തിരുവചന ജപമാലയിൽ ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെ. ഈ മാർപ്പാപ്പമാരുടെ പോളാർമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ II, ബെനഡിക്ട് 16 ഈ മാർപ്പാപ്പമാരെല്ലാം തിരുവചന ജപമാല അഥവാ കൊന്ത നമസ്കാരം വചനക്കൊന്ത ആയിട്ട് തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആഹ്വാനം, മാർപ്പാപ്പമാരുടെ ആഹ്വാനം സ്വീകരിച്ചാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ പിന്നീട് പറയാം. ദൈവം തന്നെയായ ഏകജാതനെ ഗർഭം ധരിച്ചതിന് തൊട്ട് പിന്നാലെ മറിയം പാടിയ സ്തോത്രഗീതത്തില് യുഗാന്തത്തോളം നീണ്ടുകിടക്കുന്ന രക്ഷാചരിത്രത്തിൽ തന്റെ സ്ഥാനം എന്തായിരിക്കുമെന്ന് മറിയം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ലൂക്ക 1:48. വിശുദ്ധ ബൈബിളിലെ ഈ തിരുവചനങ്ങളെ ഗൗരവമായി സമീപിക്കുന്ന എല്ലാവരും മറിയത്തെ വാഴ്ത്തും. എല്ലാ തലമുറകളും മറിയത്തെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അതാണ് കത്തോലിക്ക സഭ ചെയ്യുന്നത്, കത്തോലിക്കരായ നമ്മൾ ചെയ്യുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയ ധ്യാനം 5. ഫിയാത്ത. നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. പുതിയ നിയമം ആരംഭിക്കുന്നത് ദൈവം ചെയ്ത വലിയ ഒരു വിസ്മയം അവതരിപ്പിച്ചുകൊണ്ടാണ്. തന്റെ ശക്തനായ ഗബ്രിയേൽ മാലാഖയെ അയച്ച് സക്കറിയാസ് എന്ന് പറയുന്ന പുരോഹിതനോട് ഒരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്യുന്നു, സ്നാപക യോഹന്നാൻ. ആ കുഞ്ഞ് ദൈവം തന്നെ മനുഷ്യനായി വരുന്ന മിശിഹായ്ക്ക് വഴിയൊരുക്കും, സാക്ഷ്യം വഹിക്കും. എന്നിട്ട് 6-ാം മാസത്തില് ഈ ഗബ്രിയേൽ മാലാഖയെ അയച്ച് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും ദൈവം ഗബ്രിയേൽ മാലാഖയെ അയക്കുകയാണ്. ഇത്തവണ അയക്കുന്നത് വൃദ്ധനായ ഒരു പുരോഹിതനല്ല, കന്യകയായ ഒരു പെൺകുട്ടിക്കാണ്. 13, 14, 15 വയസ്സോ പ്രായമുള്ള പെൺകുട്ടി, നസ്രത്തിലെ കന്യക എന്നറിയപ്പെടുന്ന മറിയം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറക്കുന്നത്
അവളിലൂടെയാണ് എന്ന്, അതാണ് മംഗളവാർത്ത. ആ വാർത്ത ഗബ്രിയേൽ മാലാഖ അറിയിക്കുകയാണ്. അപ്പോൾ അവളുടെ അന്തിമ പ്രതിസ്പന്ദം, അന്തിമ പ്രതിവാദനം ഫിയാത്ത് എന്നാണ് ലത്തീനില്. നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഫിയാത്ത് എന്ന് പറഞ്ഞാൽ എന്നിൽ ഭവിക്കട്ടെ, എന്നിൽ സംഭവിക്കട്ടെ, എന്നിൽ നടക്കട്ടെ. അങ്ങനെ നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മറിയം പരിശുദ്ധാത്മാവിന് തന്റെ അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുത്തപ്പോൾ തന്റെ പുത്രൻ, അതായത് ദൈവം തന്നെയായ ഏകജാതൻ പൂർത്തിയാക്കാനിരുന്ന സർവ രക്ഷാപ്രവൃത്തികളുമായി മറിയം സഹകരിക്കുകയായിരുന്നു. ഈ ഫിയാത്ത് എന്ന് പറഞ്ഞത് ദൈവം മനുഷ്യനാകാനുള്ള ഒരു സമ്മതം മാത്രമല്ല മറിയം കൊടുത്തത്, മറിച്ച് ദൈവം തന്നിലൂടെ മനുഷ്യനായി പിറന്ന് ആ മനുഷ്യനായി പിറന്ന ദൈവം ചെയ്യാനിരുന്ന സകല സംഗതികൾക്കും അവൾ സമ്മതം കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സകല രക്ഷാപ്രവൃത്തികളുമായി അവൾ സഹകരിക്കുകയായിരുന്നു. മറിയം സഹരക്ഷക എന്ന് പോലും വിശേഷിപ്പിക്കാറുണ്ട്. എവിടെയെല്ലാം കർത്താവ് രക്ഷകനും ഭൗതിക ശരീരമായ എവിടെയെല്ലാം കർത്താവ് രക്ഷകനും ഭൗതിക ശരീരമായ സഭയുടെ ശിരസമായിരിക്കുന്നുവോ അവിടെയെല്ലാം മറിയം അമ്മയാണ്. ഇങ്ങനെയാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 973. ഞാൻ ആ വാക്കുകൾ ഒന്നുകൂടി പറയാം. എവിടെയെല്ലാം കർത്താവ് രക്ഷകനും ഭൗതിക ശരീരമായി സഭയുടെ ശിരസമായിരിക്കുന്നുവോ അവിടെയെല്ലാം മറിയം അമ്മയാണ്. ഇതാ നിന്റെ അമ്മ എന്ന് യേശു താൻ സ്നേഹിക്കുന്ന ഓരോ ശിഷ്യനോടും പറയുന്നുണ്ട്. യോഹന്നാൻ 19:26-27. മറിയത്തെ ആത്മീയ നേതാവായി സ്വീകരിക്കാത്തവർ യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല എന്നും ഈ തിരുവചനത്തിൽ ധ്വനിയുണ്ട്. നമ്മൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാരാണെങ്കിൽ യേശുവിന്റെ അമ്മയെ നമ്മുടെ ആത്മീയ അമ്മയായി സ്വീകരിക്കുന്നുവെന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. തിരുവചനം ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിന്റെ ഈ വാക്കുകൾ സ്വീകരിക്കണം. യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയെ അവരുടെ ആത്മീയ അമ്മയായി സ്വീകരിക്കണം. അപ്പോഴേ നമ്മൾ അങ്ങനെ സ്വീകരിച്ചാലേ നമ്മൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാരാകൂ. നമ്മൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാരാണെന്ന് മറിയത്തെ നമ്മുടെ ആധ്യാത്മിക അമ്മയായി സ്വീകരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും തെളിയിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ ധ്യാനം 6. അമ്മമാരുടെ രീതി. കല്യാണം നടക്കുന്ന ഒരു കുടുംബം കാനായില്. അവിടെ ഒരു പ്രതിസന്ധി. ആവശ്യത്തിന് വീഞ്ഞില്ല. ഉടനെ മറിയം ഇടപെടുന്നു. കർത്താവും രക്ഷകനുമായ തന്റെ മകനെ കൊണ്ട് അത്ഭുതം ചെയ്യാൻ അവള് നിർബന്ധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2:1-11. സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞ തന്റെ മകനെ കൊണ്ട് സമയമായാലില്ലെങ്കിലും ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അമ്മ കാണിക്കുകയാണ്. അങ്ങനെയാണ് അമ്മമാരുടെ രീതി. മക്കളോടുള്ള പെരുമാറ്റം കണ്ടിട്ടില്ലേ അമ്മമാരുടെ? അവരമ്മമാരുടെ അധികാരം ഉപയോഗിക്കുന്നത് എങ്ങനെയാ? ഈ സ്നേഹം കൊണ്ട് നിർബന്ധിച്ചാണ്. അങ്ങനെ ചിലപ്പം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അത് അമ്മമാരുടെ രീതിയാണ്. കാരണം ആ അമ്മയ്ക്ക് അറിയാം ആ സമയത്ത് അതാണ് ആവശ്യം. ഇത് തന്നെയാണ് മറിയം ചെയ്തത്. മറിയം എന്ന അമ്മയുടെ ആ പ്രവൃത്തി ഇന്നും തുടരുന്നു. അതുകൊണ്ടാണ് അത് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. പണ്ടത്തെ ഒരു ഭൂതകാല പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി അന്നത്തെ മാത്രം പ്രസക്തമായ കാര്യമാണെങ്കിൽ അത് ബൈബിളിൽ കയറേണ്ട കാര്യമില്ല. ബൈബിൾ തിരുവചനമാണ്, ദൈവവചനമാണ്. ലോകാവസാനം വരെയും അത് കഴിഞ്ഞും നിലനിൽക്കേണ്ട വചനം. അതുകൊണ്ട് തന്നെ യേശുവിന്റെ അമ്മയുടെ ആ പ്രവൃത്തി ഇന്നും തുടരുകയാണ്. കാരണം തന്റെ കർത്താവിന്റെ അമ്മയായും ലൂക്ക 1:43, തന്റെ തന്നെ അമ്മയായും യോഹന്നാൻ 19:26-27 സഭ വണങ്ങുന്നവളായ മറിയം അവിടെ സ്വർഗത്തില് അത്യന്തം പരിശുദ്ധവും അവിഭക്തവുമായ തൃത്വത്തിന്റെ മഹത്വത്തില് എല്ലാ പുണ്യവാന്മാരുടെയും ഐക്യത്തില് സഭയെ പ്രതീക്ഷിച്ച് കഴിയുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 972. കാനായിലെ കല്യാണാവസരത്തിൽ മറിയം പറഞ്ഞ വാക്കുകൾ എന്നും വിശ്വാസികളുടെ മനസ്സിലുണ്ട്.
അവൻ യേശു പറയുന്നത് എന്തും ചെയ്യുക. യോഹന്നാൻ 2:5. അതിനാൽ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പുതിയ ഹവ്വയും സഭയുടെ അമ്മയുമായ പരിശുദ്ധ തെയോത്തോക്കോസ് ക്രിസ്തുവിന്റെ അവയവങ്ങളായ വിശ്വാസികൾക്ക് വേണ്ടി അമ്മയുടെ ധർമ്മം തുടർന്നും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 975. തന്റെ വിശ്വാസ തീർത്ഥാടനത്തിൽ സഭ എന്തായിരിക്കുന്നുവെന്നും അവളുടെ യാത്രയുടെ അവസാനത്തിൽ ഭാവി സ്വദേശത്ത് അവൾ എന്തായിരിക്കുമെന്നും മറിയത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 972. അതിനാൽ തന്നെ മറിയത്തെക്കുറിച്ച് തിരുവചനങ്ങൾ ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. 32 ഖണ്ഡങ്ങളിൽ മറിയത്തിന്റെ വിവിധ ദൗത്യങ്ങളും റോളുകളും പിന്നെ അവളുടെ സ്വത്വം, അവൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ അനേകം ടെക്സ്റ്റുകള്, തിരുവചന പാഠങ്ങള് മറിയത്തിലേക്ക് സൂചന നൽകുന്നതുണ്ട്. ഈ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മറിയത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വെളിപാടുകളുടെ ചെറുധ്യാനങ്ങളായി കൊന്ത നമസ്കാരം ചൊല്ലാനുള്ള സാധ്യതയൊരുക്കുകയാണ് തിരുവചന ജപമാല അഥവാ വചന കൊന്ത. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. അതിലേക്കുള്ള ആമുഖമായിട്ടാണ് ഈ ധ്യാനങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ ജപമാലയുടെ, തിരുവചന ജപമാലയുടെ വെളിച്ചത്തിൽ മറിയത്തെക്കുറിച്ചുള്ള ഒരു പ്രാരംഭ വിചിന്തനം, ഒരു 100 എപ്പിസോഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ പിന്നീട് കടക്കും. എല്ലാവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയ ധ്യാനം 7. വചനത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷമാണ് മറിയം. തിരുവചനത്തിൽ ആറാടി നിൽക്കുന്ന, നങ്കൂരമിട്ടിരിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ജപമാല. തിരുവചന ജപമാല, വചന കൊന്ത. ഇത് മറിയത്തോടുള്ള ഒരു പ്രാർത്ഥന മാത്രമല്ല, ക്രിസ്തു സംഭവത്തെക്കുറിച്ച് മറിയത്തോടൊപ്പമുള്ള ധ്യാനമാണ്, വിചിന്തനമാണ്. ദൈവവചനത്തെക്കുറിച്ച് നിത്യവും ധ്യാനിക്കുന്നവരാണല്ലോ ഭാഗ്യം ചെയ്തവര്. സങ്കീർത്തനം 1:2. വേദത്താളുകളാകുന്ന ആറ്റിൻ കരയോരത്ത് നട്ടിരിക്കുന്നതും യഥാകാലം ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ആണ് അവര്. സങ്കീർത്തനം 1:3. അങ്ങനെയുള്ള ഭാഗ്യം ചെയ്ത ആളാണ് മറിയം. തിരുവചനമാകുന്ന ആറ്റിൻ കരയോരത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണ് മറിയം. യഥാകാലം ഫലം കായ്ക്കുന്ന വൃക്ഷമാണ്, ഇല വാടാത്ത വൃക്ഷമാണ്. മറിയത്തിന്റെ ആ ഭാഗ്യത്തില് നമ്മളും പങ്കുചേരുന്നത് തിരുവചന ജപമാല അഥവാ വചന കൊന്തയിലൂടെയാണ്. എന്താണ് ഇത് നമുക്ക് നൽകുന്ന ഒരു സംരക്ഷണം? അത് പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധങ്ങളും ധരിച്ചു കൊള്ളുവിൻ. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിനത്തിൽ എതിർക്കാനും സകലവും സമാപിക്കുന്നത് വരെ ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധങ്ങളും എടുത്തുകൊള്ളുവിൻ. എഫേസോസ് ലേഖനം 6:11-13 വരെ. ആ ആയുധ ശേഖരത്തിലെ സുപ്രധാനമായ ഒന്നാണ് ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. എഫേസോസ് ലേഖനം 6:17. തിരുവചന ജപമാല അഥവാ വചന കൊന്ത എന്ന ഇരുവായ് തലവാൾ നമുക്ക് കയ്യിലേന്തി സാത്താനെതിരെയുള്ള പോരാട്ടം തുടരാം. സ്ത്രീയുടെ വിത്ത് ആയ യേശു, ആ യേശുവിനോടൊത്ത് സ്ത്രീയുടെ സന്തതികളായ നമ്മളെല്ലാവരും സ്ത്രീയിൽ നിന്ന് ജനിച്ചവരാ. അങ്ങനെ സ്ത്രീയുടെ സന്തതികളായ സ്ത്രീയുടെ വിത്ത്, അങ്ങനെയുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ആ യേശുവിനോടൊപ്പം നിന്നാല് ഈ പറഞ്ഞ
ദൈവത്തിന്റെ സർവായുധങ്ങളും ധരിച്ചാല് സാത്താന്റെ തല തകർക്കുന്ന പ്രക്രിയയിൽ പങ്കുചേരും. ക്രിസ്തുവിനോടൊപ്പം ക്രിസ്ത്യാനികളും പങ്കുചേർന്നാണ് സാത്താന്റെ തല തകർക്കുന്നത്. അത് ഒറ്റ നിമിഷം പണ്ട് കഴിഞ്ഞതല്ല, തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ യുഗാന്ത്യത്തില് പിശാചനെ ബന്ധിച്ചിരിക്കുന്ന പിശാചനെ തുറന്നുവിട്ട് അവൻ എന്നേക്കുമായി നശിപ്പിക്കും. അത് യുഗാന്തത്തില്. അതുവരെ അവന്റെ തല ചതച്ചരയ്ക്കുന്നത് സ്ത്രീയുടെ വിത്തായ യേശുക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്ന സ്ത്രീയുടെ സന്തതികളായ ക്രിസ്ത്യാനികളാണ്. പക്ഷെ അവർക്ക് അങ്ങനെ കഴിയണമെങ്കിൽ സർവായുധങ്ങളും വേണം, ദൈവത്തിന്റെ സർവായുധങ്ങളും വേണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവചന ജപമാല എന്ന ഇരുവായ് തലവാൾ, ആത്മാവിന്റെ വാൾ എന്ന തിരുവചനം. ആ തിരുവചന എന്ന ആത്മാവിന്റെ വാളാണ് തിരുവചന ജപമാലയായിട്ട് നമ്മൾ ചൊല്ലുന്നത്, നമ്മൾ ധരിക്കുന്നത്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 8. സഭയില് മറിയത്തെക്കുറിച്ചുള്ള വലിയ 4 വിശ്വാസ സത്യങ്ങളുണ്ട്. മറിയത്തിന്റെ ദൈവ മാതൃത്വം അഥവാ തയത്തോക്കോസ് ആയ മറിയം. 2, മറിയത്തിന്റെ നിത്യകന്യകാത്വം. 3, മറിയത്തിന്റെ അമലോത്ഭവം. 4, മറിയത്തിന്റെ സ്വർഗ സംവഹനം. ഈ 4 മഹാവിശ്വാസ സത്യങ്ങളും തിരുവചനത്തിൽ അടിസ്ഥാനമുള്ളതാണ്. ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ വിശ്വാസ സത്യങ്ങളിലേക്ക് സഭ എത്തിയത്. മറിയത്തെക്കുറിച്ച് 32 സ്ഥലത്ത് പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. ആ 32 സ്ഥലങ്ങളിലും ഒരു ടെക്സ്റ്റിൽ തന്നെ, ഒരു പാസേജിൽ തന്നെ, ഒരു ഖണ്ഡത്തിൽ തന്നെ പല കാര്യങ്ങളുണ്ട്, പല തരത്തിൽ ആഴമേറിയ സംഗതികളുണ്ട്. അപ്പം പിന്നെ പഴയ നിയമത്തിൽ ഒരുപാട് പരോക്ഷ വെളിപാടുകൾ പ്രവചന രൂപത്തിൽ കിടപ്പുണ്ട്. ഇവയെല്ലാം ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് സഭ ഈ വിശ്വാസ സത്യങ്ങളിലേക്ക് എത്തിയത്. നമ്മളും തിരുവചനത്തിൽ അടിസ്ഥാനമിട്ട് ഒരു മരിയൻ ധ്യാനം നടത്തുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ തിരുവചനങ്ങളെല്ലാം അടിത്തറയിട്ട് നിൽക്കുന്ന മറ്റൊരു തിരുവചനമുണ്ട്. എന്താണ്? ഫിയാത്ത് എന്ന് മറിയം പറയുന്നു, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് എലിസബത്ത് പറയുന്നു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പൊ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സന്ദേശം അത് മറിയം സ്വീകരിക്കുകയും ആ തിരുവചനത്തിന് അവള് അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സംഗതിയാണ് മറിയത്തിന്റെ ആധ്യാത്മികതയുടെ അടിത്തറ എന്ന് പറയുന്നത്. ഈ തിരുവചനമാണ് ഈ മറിയത്തിന്റെ നിലപാടാണ്. അപ്പൊ മറിയത്തിന്റെ ആധ്യാത്മികതയെക്കുറിച്ചുള്ള ഒരു ധ്യാനത്തിലൂടെയാണ് നമ്മൾ ഈ തിരുവചന ജപമാല, വചനക്കൊന്ത, അതിനടിസ്ഥാനമാക്കിയുള്ള പ്രാരംഭ ധ്യാനങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആഴമേറിയ മറിയത്തെക്കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങളിലേക്ക് കുറെ കൂടി ആഴത്തിൽ കടക്കാനായിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ മറിയത്തിന്റെ ആധ്യാത്മികതയെക്കുറിച്ച് ആണ് നമ്മൾ ധ്യാനിക്കുക. അത് കഴിഞ്ഞ് അടുത്ത കുറച്ച് ധ്യാനങ്ങൾ അതേക്കുറിച്ച് ഈ മറിയത്തിന്റെ ആധ്യാത്മികതയുടെ അടിത്തറയാൻ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരുവചനത്തിലെ ഓരോ കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം. അങ്ങനെ മറിയത്തോടൊപ്പം മറിയത്തിന്റെ പള്ളിക്കൂടത്തിലായിരുന്നു കൊണ്ട്, അനുസരണത്തിന്റെയും വിശ്വാസത്തിന്റെയും കലാലയത്തിലായിരുന്നു കൊണ്ട് നമുക്ക് ഈ നവവത്സര പ്രിപ്പറേഷൻ, ഒരുക്കം, കർത്താവിന്റെ മഹാ ജൂബിലി വർഷത്തിന് 2030 2033, 2030 കർത്താവ് പരസ്യജീവിതം ആരംഭിച്ചത്, 2033 കർത്താവിന്റെ മരണത്തിനും ഉത്ഥാനത്തിന്റെയും കൃത്യം 2000 വർഷം തികയുന്ന മഹാജൂബിലി. അതിനുള്ള ഒരുക്കം മറിയത്തിന്റെ പള്ളിക്കൂടത്തിലായിരുന്നു കൊണ്ട്, വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും കലാലയത്തിലായിരുന്നു കൊണ്ട് നമുക്ക് നടത്താം, ഒരുങ്ങാം. അതിന്റെ അടിത്തറയായി നിൽക്കുന്ന വചനം എന്താണ്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മറിയം അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുത്തു. നമുക്കും കർത്താവിന്റെ സന്ദേശത്തിന്, കർത്താവിന്റെ വചനത്തിന് നമ്മുടെ വിശ്വാസത്തിന്റെ കവാടം, അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുത്തുകൊണ്ട് ഈ മഹാജൂബിലിക്കുള്ള
നവവത്സര ഒരുക്ക ധ്യാനത്തിൽ പങ്കെടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 9. 2033 മഹാജൂബിലി വത്സരത്തിനുള്ള നവവത്സര മരിയൻ ധ്യാനം. 2033 നമ്മുടെ കർത്താവ് മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് 2000 വർഷം തികയുന്ന മഹാജൂബിലി. ആ ജൂബിലിക്ക് ഒരുക്കമായി നമ്മൾ 9 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാന പരമ്പര. അത് മരിയൻ ധ്യാനമുണ്ട്, ലിറ്റർജി ധ്യാനമുണ്ട്, തിരുവചന ധ്യാനമുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതിലെ മരിയൻ ധ്യാനം, അതിലെ 9ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തേത്. കന്യകാമറിയത്തിന്റെ ആധ്യാത്മികത, ഒരു നഖചിത്രം. ലൂക്കായുടെ സുവിശേഷത്തില് മറിയത്തിന്റെ ആധ്യാത്മികത 4 വാക്കുകൾ കൊണ്ട് അദ്ദേഹം വരച്ചിടുന്നുണ്ട്. അദ്ദേഹം ഒരു കലാകാരൻ കൂടിയായിരുന്നല്ലോ. ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ 3-4 വരകൾ വരച്ച ഒരു ഫിഗർ ഉണ്ടാക്കുന്നത് പോലെ 4 വാക്കുകൾ കൊണ്ട് മറിയത്തിന്റെ ആധ്യാത്മികത വരച്ചിടുന്നുണ്ട് ലൂക്കാസ്. ഈ 4 വാക്കുകൾ തമ്മിൽ പരസ്പരം ആഴമേറിയ ബന്ധമുണ്ട്. സഭയുടെ പ്രബോധന അധികാരവുമായിട്ട് ഈ വചനങ്ങൾക്ക് നേരിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല, മറിയത്തിന്റെ ആധ്യാത്മികത അവളുടെ ആത്മീയ മക്കളായ നമ്മെ നേരിട്ട് ബാധിക്കുന്നതാണ്. അത് നമുക്ക് പ്രചോദനമാണ്, മാതൃകയാണ്. 1ാമത്തെ വചനം, തിരുവചനം ഇതാണ്. ലൂക്ക 1:29. ഈ വാക്ക് കേട്ട് അവൾ പരിഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനം എന്ന് അവൾ ചിന്തിച്ചു. ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുക്കൽ ചെന്ന് മംഗളവാർത്തയുടെ ആദ്യ വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ മറിയത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നുവെന്നാണ് ലൂക്കാസ് രേഖപ്പെടുത്തുന്നത്. അവൾ ഈ വാക്ക് കേട്ട് പരിഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനം, ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ത് എന്ന് അവൾ അകമേ ചിന്തിച്ചു. ഗബ്രിയേൽ മാലാഖയുടെ അഭിവാദനം കേട്ട് മറിയം ആദ്യം പരിഭ്രമിച്ചു. എന്താണ് ഈ അഭിവാദന അർത്ഥം, എന്തൊരു വന്ദനമാണിത് എന്ന് അവള് ചിന്തിക്കുകയാണ്. ആദ്യമേ ഓർക്കേണ്ടത്, പുരോഹിതനായ സക്കറിയാസിന്റെ പ്രതികരണത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് മറിയത്തിൻ്റെത്. സക്കറിയാസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സക്കറിയാസ് അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ലൂക്ക 1:12. പിന്നീട് ഗബ്രിയേൽ മാലാഖ തന്നെ സക്കറിയാസിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. യഥാകാലം പൂർത്തിയാകാനിരുന്ന ഈ വചനം നീ അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിരിക്കും. അപ്പൊ ഈ അസ്വസ്ഥതയും പേടിയും അയാളെ അവിശ്വാസത്തിലേക്ക് നയിച്ചു എന്ന് ഗബ്രിയേൽ മാലാഖ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രതികരണം മറിയത്തിന്റെ കാര്യത്തിലില്ല. അതായത് അസ്വസ്ഥയായി എന്നുള്ള സത്യമാണ്. പക്ഷെ ആ അസ്വസ്ഥതയിലോ പേടിയിലോ അവള് കുടുങ്ങിക്കിടന്നില്ല. അവള് പരിഭ്രമിച്ച അതേ നിമിഷത്തിൽ തന്നെ അവൾക്ക് ഭയത്തിന് പകരം ദിവ്യ സംവാദകനായ മാലാഖയുടെ അഭിവാദനത്തെക്കുറിച്ച് ആന്തരികമായി വിചാരപൂർണ്ണയാവുകയാണ് മറിയം ചെയ്തത്. അവളുടെ അസ്വസ്ഥമായ നിമിഷത്തിൽ തന്നെ മാലാഖയുടെ അഭിവാദനത്തെക്കുറിച്ച് ആന്തരികമായി വിചിന്തനം ചെയ്യുകയാണ് മറിയം. ഇതാണ് മറിയത്തിന്റെ ആധ്യാത്മികതയുടെ 1ാമത്തെ വശം. അസ്വസ്ഥത, ഭയം തുടങ്ങിയ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ട്, പല പ്രശ്നങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും. അപ്പോഴൊക്കെ അവയുടെ ആന്തരിക അർത്ഥം എന്തെന്ന് അകമേ ചിന്തിക്കാൻ, ആ പേടിയിലോ അസ്വസ്ഥതയിലോ കുടുങ്ങിക്കിടക്കാതെ വചനത്തിന്റെ അല്ലെങ്കിൽ സന്ദേശത്തിന്റെ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന അനുഭവത്തിന്റെ ആന്തരിക പൊരുൾ എന്തെന്ന് അകമേ ചിന്തിക്കാൻ കഴിയുക. ഇതാണ് ഉന്നതമായ ആധ്യാത്മികതയുള്ള മറിയത്തിന്റെ രീതി. നമുക്കും ഈ രീതി സ്വന്തമാക്കാൻ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 10. ജപമാല, തിരുവചന ജപമാല 10. 2033, അതായത് നമ്മുടെ കർത്താവിന്റെ മരണവും ഉത്ഥാനവും സംഭവിച്ചിട്ട് കൃത്യം 2000 വർഷം തികയുന്ന ജൂബിലിയാണ്, മഹാജൂബിലി. ആ ജൂബിലിക്ക് ഒരുക്കമായി നമ്മൾ നവവത്സര ധ്യാനം, 9 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ധ്യാനം,
അത് ലിറ്റർജി ആയിട്ടും തിരുവചനമായിട്ടും മരിയൻ ധ്യാനമായിട്ടും നമ്മൾ കൊണ്ടുപോകുകയാണ്. അതിൽ അങ്ങനെയുള്ള 9 വർഷം നീണ്ടു നിൽക്കുന്നതിൽ ആദ്യത്തെ കൊല്ലം നമുക്ക് ഇക്കൊല്ലം ആരംഭിക്കുകയാണ്. അതിൽ 10ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ പറയുന്നത്. മറിയത്തിന്റെ ആധ്യാത്മികത 4 വാക്കുകൾ കൊണ്ട് ലൂക്കാസ് വരച്ചിടുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൽ കണ്ടു. അതിലൊന്നാമത്തെ തിരുവചനം നമ്മൾ കേൾക്കുകയും ചെയ്തു. ലൂക്കാസ് 1:29. ഈ വാക്ക് കേട്ട് അവൾ പരിഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് അവൾ ചിന്തിച്ചു. ഇവിടെ ചിന്തിച്ചു എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത്. ചിന്തിച്ചു എന്നത് അർത്ഥത്തിൽ ലൂക്കാസ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ദിയലോഗിറ്റ്സോമായി എന്നാണ്. ദിയലോഗിറ്റ്സോമായി. വാക്ക് കേട്ട് പേടിക്കണ്ട, നമുക്ക് വളരെ പരിചിതമായ വാക്കാണ്. ഡയലോഗ്, ആ വാക്ക് എഴുതി നോക്കിയാൽ ഇംഗ്ലീഷിൽ ഡയലോഗ് എന്ന് പറഞ്ഞാലും ദിയാലോഗ് എന്നാണ് ഗ്രീക്കിൽ. ലോഗോസ് വചനം, ത്രൂ. അപ്പോൾ വചനത്തിലൂടെ, സംഭാഷണത്തിലൂടെ, അങ്ങനെയൊക്കെയാണ് വാക്കിനർത്ഥം. വചനത്തിലൂടെ, അപ്പോൾ സംസാരത്തിലൂടെ, വാക്കുകളിലൂടെ എന്നൊക്കെയാണ് അർത്ഥം. അത് ആക്ഷരികം. അപ്പൊ ദിയലോഗിറ്റ്സമായി എന്ന വാക്കിന് ഉള്ളിലിട്ട് ചർച്ച ചെയ്തു, ആന്തരിക സംഭാഷണത്തിൽ ഏർപ്പെട്ടു, അകമേ ചിന്തിച്ചു എന്നെല്ലാം അർത്ഥം. ഗബ്രിയേൽ മാലാഖയുടെ വാക്കുകളുടെ അർത്ഥപരിവൃത്തി എന്താണെന്ന് മറിയം തന്നോട് തന്നെ സംവദിക്കുകയാണ്. തന്റെ മനസ്സിനോട് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. ഈ മാലാഖയുടെ അഭിവാദനം തന്റെ ഹൃദയത്തിലിട്ട് ധ്യാനിച്ച് ചിന്തിക്കുകയാണ്. ദൈവത്തിന്റെ സന്ദേശവാഹകരാണ് മാലാഖ. ആ മാലാഖ മൊഴിഞ്ഞ അഭിവാദനത്തിന്റെ അർത്ഥഫലങ്ങൾ കണ്ടെത്തുവാനും കണ്ടെടുക്കുവാനും അതിൽ ഉൾച്ചേരുവാനും അത് പ്രതിസ്പന്ദത്തിൽ പ്രകാശിപ്പിക്കാനും വേണ്ടി അവള് ദൈവവചനം, മാലാഖ പകർന്നു നൽകിയ ദൈവവചനം ഹൃദയത്തിലിട്ട് മനനം ചെയ്യുകയാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ നസറത്തിൽ യേശു എന്ന ഗ്രന്ഥത്തില് 3ാമത്തെ വോള്യം 74ാമത്തെ പേജിൽ പറയാണ്, യേശുവിന്റെ അമ്മയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ലക്ഷണം, ആധ്യാത്മിക ലക്ഷണം ഇവിടെ കാണാം. എന്താണത്? തിരുവെഴുത്തുകളുമായി ആന്തരികമായി ഇണങ്ങി അതിൽ വ്യാപൃതയാകുക. തിരുവെഴുത്തുകളുമായി ആന്തരികമായി ഇണങ്ങിച്ചേർന്ന് അതിൽ വ്യാപൃതയാകുക. മറിയത്തിന്റെ ആധ്യാത്മികതയുടെ സവിശേഷതയാണിത്. നമുക്കും ഇത് പ്രചോദനമാകണം, നമ്മളിത് ബാധിക്കണം. ഗബ്രിയേൽ മാലാഖ മറിയത്തിന് കൊടുത്ത സന്ദേശം അവൾ അസ്വസ്ഥമാക്കി, പേടിപ്പിച്ചു. നമുക്കും പലപ്പോഴും ദൈവം നൽകുന്ന സന്ദേശം പേടിപ്പിക്കുന്നതാണ്, അസ്വസ്ഥമാക്കുന്നതാണ്. രോഗമാകാം, സാമ്പത്തിക ഞെരുക്കമാകാം, തൊഴിലില്ലായ്മയാകാം, നമ്മുടെ നാട്ടിലെ വർഗീയ പ്രശ്നങ്ങളാകാം, രാഷ്ട്രീയക്കാരുടെ കള്ളലാക്കുകളാകാം, പിന്നെ സത്യത്തിനും നീതിക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം കളിക്കുന്ന ആളുകൾ, പിന്നെ അതേക്കുറിച്ച് തിരിച്ചറിവില്ലാതെ അന്ധമായിട്ട് പോകുന്ന ജനങ്ങൾ, ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരിക, എത്രയൊക്കെ നന്മയുടെയും നീതിയുടെ പക്ഷത്ത് നിന്നിട്ടും തിരിച്ചടികൾ ഉണ്ടാകുക, പിന്നെ ഭരണകൂട ഭീകരത, എല്ലാ തരത്തിലും, പിന്നെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്, ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നമ്മിലുണ്ട്. അപ്പോഴൊക്കെ അതൊക്കെ നമ്മൾ പേടിപ്പിക്കാം, അസ്വസ്ഥമാക്കാം. അതേസമയം ഈ സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ടുപോകുമ്പോൾ, ഈ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ ദൈവം അതിൽ നിന്നും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, ഈ സംഭവങ്ങളിൽ പെട്ടുകിടന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്, പ്രതിസ്പന്ദങ്ങളുണ്ട്. അതെന്തെന്ന് കണ്ടെത്താൻ, കണ്ടെടുക്കാൻ, അതിൽ ഉൾച്ചേരാൻ, എന്നിട്ട് അത് നമ്മുടെ പ്രതികരണത്തിൽ, നമ്മുടെ പ്രതിസ്പന്ദത്തിൽ പ്രകാശിപ്പിക്കാൻ മറിയത്തിന്റെ ഈ മാതൃക നമ്മെ പഠിപ്പിക്കണം, പ്രചോദിപ്പിക്കണം. അങ്ങനെ ആവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 11, തിരുവചന ജപമാല 11. 2033 എന്ന മഹാജൂബിലി വർഷം, നമ്മുടെ കർത്താവിന്റെ മരണവും ഉത്ഥാനവും സംഭവിച്ചിട്ട് 2000 വർഷം തികയുന്ന വർഷം. ആ വർഷത്തിനൊരുക്കമായി നമ്മൾ നടത്തുന്ന നവവത്സര ധ്യാന പരമ്പരയുടെ മരിയൻ ധ്യാന സെക്ഷനിൽ 11ാമത്തെ ധ്യാനമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഈ മറിയത്തിന്റെ ആധ്യാത്മികത 4 വാക്കുകൾ കൊണ്ട് ലൂക്കാസ് വരച്ചിടുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ലൂക്ക 1:29. അവള് മാലാഖയുടെ വന്ദനം കേട്ട് അസ്വസ്ഥയായി,
ഇതിന്റെ അർത്ഥം എന്തെന്ന് അവൾ ചിന്തിച്ചു. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആദ്യം നമുക്കൊന്ന് 2-3 ചില കാര്യങ്ങൾ ഓർക്കാം. ഒന്ന്, കർത്താവിന്റെ മാലാഖ സക്കറിയാസിന് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ലൂക്ക 1:11 പ്രത്യക്ഷപ്പെടുകയാൻ. എന്നാൽ ദൈവത്തിന്റെ മാലാഖ മറിയത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. പ്രത്യക്ഷപ്പെടുകയല്ല, വരികയാണ്. ലൂക്ക 1:28. അതിനർത്ഥം തന്റെ മാലാഖയിലൂടെ ദൈവം മറിയത്തിനെ സമീപിക്കുന്നു എന്നാണ്. തന്റെ മാലാഖയിലൂടെ ദൈവം മറിയത്തെ സമീപിക്കുന്നു. ദൈവം നമ്മളെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അസ്വസ്ഥതയും പേടിയും ഭയമൊക്കെ ഉണ്ടാകും. നമ്മളൊരു പ്രധാനമന്ത്രിയെ കാണാനോ, ഏതാണ്ടൊരു സിനിമയിലില്ലേ ഒരു പ്രധാനമന്ത്രി കാണാൻ പ്രസിഡന്റിനെ കാണാൻ പോയിട്ട് ബോധം കെട്ട് വീണ കഥ, അതൊരു വെറും കഥയായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ മാർപ്പപ്പയെ കാണാനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കാണാനോ ഒക്കെ പോകുമ്പോൾ എന്തിനേറെ നമ്മൾ നമ്മുടെ മേലുദ്യോഗസ്ഥരെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാനൊക്കെ പോകുമ്പോൾ പോലും നമുക്കൊരു അസ്വസ്ഥതയും പേടിയും ഒക്കെ ഉണ്ടാകുമല്ലോ. ഉണ്ടാകാം. സ്ഥിരമായി കാണാത്ത ഒരാളെ അല്ലെങ്കിൽ നമ്മളെക്കാൾ വളരെ ഉന്നതനായ ഒരാളെ ഇവിടെ ദൈവം തന്റെ മാലാഖയുടെ മറിയത്തെ സമീപിക്കുകയാണ്. എന്നിട്ട് ആ മാലാഖ ഒരു വന്ദനം പറയാണ്, ഒരു അഭിവാദനം പറയാണ്. വല്ലാത്തൊരു ആന്തരിക പരിഭ്രമമാണ് മറിയത്തിനുണ്ടായത്. അങ്ങനെ പരിഭ്രമിച്ചെങ്കിലും അവള് ആ പരിഭ്രമത്തില് അസ്വസ്ഥതയില് കുടുങ്ങിക്കിടന്നില്ല. പ്രത്യുത അതിന്റെ പൊരുള് തേടാൻ അവൾ തുനിഞ്ഞു. അങ്ങനെ ഭയരഹിതയായ സ്ത്രീയായി മറിയം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഭയരഹിതയായ സ്ത്രീ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നാട്ടിൽ സ്ത്രീകൾക്ക് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കുറച്ച് മാറിയിട്ടുണ്ട്, ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഷോക്ക് താങ്ങാൻ പറ്റാത്ത പുരുഷന്മാര് കണ്ടിടത്തും കേടത്തിടത്തൊക്കെ കൊല്ലും, പിന്നെ ബലാത്സംഗം ചെയ്യലും അതെല്ലാം കൂടിയിരിക്കുക. അതായത് സ്ത്രീക്ക് പുരുഷനോട് തുല്യത വന്നു എന്നുള്ളത് അംഗീകരിക്കാൻ പുരുഷന് സാധിക്കുന്നില്ല. അവൻ ആ ഭാവി ഇല്ലേ, ഫ്യൂച്ചർ ഷോക്ക് എന്ന് പറയുമല്ലോ, പ്രതീക്ഷിച്ചിരിക്കാത്ത സംഗതികൾ, അതായത് ശരിക്കും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പുരുഷന്മാർക്ക് പേടി കാരണം സ്ത്രീകളെ ഉന്മൂലനം ചെയ്യാൻ നടക്കുകയാണ്. ഭയരഹിതയായ സ്ത്രീ, അത് മറിയം അക്കാലത്ത് തന്നെയുണ്ട്. 2000 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞേ, നമ്മുടെ തള്ളി ഇപ്പൊ പതുക്കെ വരുന്നേ ഉള്ളൂ. ഭയരഹിതയായ സ്ത്രീ, തീർത്തും അപ്രതീക്ഷിതവും അഭൂതപൂർവമായ ഒന്നിന്റെ സാന്നിധ്യത്തിൽ പോലും മനസാന്നിധ്യം നഷ്ടമാകാത്തവളാണ് മറിയം. കാരണം പ്രശാന്ത ചേതസ്സുള്ളവളാണ് മറിയം. പ്രശാന്തത. അപ്പൊ അതുകൊണ്ട് എത്രയൊക്കെ അപ്രതീക്ഷിതമായ ഒരു സന്ദർഭമാണെങ്കിൽ പോലും അവളുടെ മനസാന്നിധ്യം നഷ്ടപ്പെടുന്നില്ല. ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ഐക്യവും ലയവും സൂക്ഷിക്കാൻ മറിയത്തിനറിയാം. അതിനാല് ഇതപരിന്തം ഉണ്ടാകാത്ത, ചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടാകാത്ത ആ സാഹചര്യത്തെയും സംഭവത്തെയും വിലയിരുത്താൻ മറിയം പഠിച്ചു. ദൈവത്തിന്റെ സന്ദേശ വാഹകന്റെ മൊഴികളുടെ അർത്ഥം, പൊരുളുകളുടെ അടരുകള് വിവേചിച്ചറിയാൻ മറിയത്തിന് കഴിഞ്ഞു. അങ്ങനെ ദൈവവചനത്തെ ധ്യാനിച്ച് മനനം ചെയ്യുന്ന സഭയുടെ പ്രതീകമായിട്ട് മറിയം നിൽക്കുകയാണ്. ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിച്ച് മനനം ചെയ്യുന്ന സഭയുടെ പ്രതീകമായി മറിയം നിൽക്കുന്നു. വേദരചനകളെ അവയുടെ സമഷ്ടിയില്, ഹോൾനെസ്, സാകല്യത്തില്, എൻറ്റയർട്ടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തനിക്ക് നൽകപ്പെട്ട ദിവ്യ നിയോഗത്തിന്റെ ആന്തരിക പൊരുളുകള് സ്മരണയിൽ സൂക്ഷിച്ചുകൊണ്ട് തിരിച്ചറിവിന്റെ വെളിപാട് സമാനമായ അർത്ഥഘനികളെക്കുറിച്ച് ഹൃദയത്തിൽ സംവദിക്കുന്ന സഭയുടെ പ്രതീകമാണ് മറിയം. നമ്മുടെ ഈ മാതൃക അല്ലെങ്കിൽ മാതൃകയായിട്ട് നിൽക്കുന്ന മറിയം നമുക്ക് പ്രചോദനം നൽകണം. ഈ മറിയത്തിന്റെ രീതിയാണ് നമ്മളും ശീലിക്കേണ്ടത്. തീർത്തും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വരുമ്പോൾ, നമ്മൾ പിടിച്ചുലയ്ക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ, നമ്മുടെ സ്വപ്നങ്ങൾ പാടെ തകർത്ത് കളയുന്ന സന്ദേശം ലഭിക്കുമ്പോൾ, അപ്പോഴും മനസാന്നിധ്യം നഷ്ടപ്പെടാതെ അവയുടെ സമഷ്ടിയിലും സാകല്യത്തിലും കാണാനും രക്ഷാചരിത്രത്തിൽ എന്റെ റോൾ എന്ത് എന്ന് ധ്യാനിച്ച് കണ്ടെത്താനും
മറിയത്തിന്റെ മാതൃക, സഭയുടെ മാതൃക നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ.